ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദിവസം കൂടി നമ്മുടെ പ്രവൃത്തികളിൽ മുന്നോട്ട് പോകുവാനും ദൈവം നമുക്ക് അവസരം തന്നതിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 3 തിരുവചനം. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. എന്താണ് ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസമെന്ന്, എന്തായിരിക്കണം എന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്താലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടതെന്ന്. നമുക്ക് ചുറ്റുമുള്ളവർ എന്തു പറഞ്ഞാലും നമ്മുടെ വിശ്വാസം അതുതന്നെയായിരിക്കണം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വചനത്താൽ സൃഷ്ടിച്ചു. ആ വചനത്തിൻ്റെ ശക്തി ഇല്ലായ്മയിൽ നിന്നും എന്തിനേയും സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ശരണം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നാം വിശ്വസിക്കണം. ഞാൻ എന്ത് കാര്യം എൻ്റെ പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു വഴി ചോദിച്ചാലും അതെനിക്ക് ലഭിക്കുമെന്ന് വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ അടിയുറച്ചു വേണം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് മുതൽ ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും കരുണയും നിങ്ങൾക്ക് സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ. യേശുവിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പിതാവായ ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും അനുഗ്രഹത്തിൻ്റേതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.